ഇപ്പോൾ നമുക്ക് ഭാരതത്തിലേക്ക് വരുന്ന കണ്ടെയ്നറുകളിൽ കയറ്റുമതി ആയാലും ഇറക്കുമതി ആയാലും രണ്ടും നോക്കുമ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ഒരു 25% മാത്രമേ ഭാരതത്തിലുള്ള തുറമുഖങ്ങളിൽ നടക്കുന്നുള്ളൂ. അതിനുള്ള കാരണം കേരളത്തിൽ ഈ പറയുന്ന ആഴക്കടലിലുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യാസ് ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്നും ഇന്ത്യാസ് ഫസ്റ്റ് ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ടെർമിനൽ എന്നും പറയുമ്പോൾ അതിൻ്റെ വാണിജ്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയും. കാരണം 75% ട്രാൻസ്ഷിപ്മെൻറ്റ് ഭാരതത്തിലേക്ക് വരികയും ഭാരതത്തിൽ നിന്നും പോവുകയും ചെയ്യുന്ന ചരക്ക് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങളിലാണ്. അതെ, കൊളംബോയിലായാലും മറ്റ് സിംഗപ്പൂർ ആയാലും ഹോങ്കോങ് ആയാലും ദുബായ് ആയാലും ഒക്കെ തന്നെ അപ്പോൾ മറ്റ് തുറമുഖങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് വരുന്ന നഷ്ടം എന്നുള്ളത് നമുക്ക് തിരിച്ച് ഭാരതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയുന്നതും നമുക്കിപ്പോൾ സൂയസ് കനാലിൻ്റെയും സ്ട്രെയിറ്റ് ഓഫ് മലാക്കയുടെയും നടുക്കുള്ള കൃത്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും അതിന് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. രണ്ട്, നമുക്ക് ഇവിടുത്തെ ആഴക്കടൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്വാഭാവികമായി പ്രകൃതിദത്തമായിട്ടുള്ള കടലിൻ്റെ ആഴം നമുക്കിവിടെയുണ്ട്. അപ്പോൾ അത് 18 മീറ്ററിൽ നിന്നും നമുക്ക് 21 മീറ്റർ വരെ ഡ്രഡ്ജ് ചെയ്ത് അനായാസേന നമുക്ക് മദർഷിപ്പുകൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും എന്നുള്ളത്. ഒപ്പം നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വളരെ കുറച്ച് മാത്രം 10 നോട്ടിക്കൽ മൈലോളം മാത്രമേ ദൂരമുള്ളൂ എന്നുള്ളതും. ഇതെല്ലാം ശരിക്കും ഒരു ഷിപ്പിംഗ് ലൈനിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തുറമുഖത്തിലാണ് വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ചില ഘടകങ്ങളാണ് ഇതൊക്കെ. കാരണം ഈ പറയുന്ന ആഴം എന്ന് പറയുന്നതും ദൂരം എന്ന് പറയുന്നതും എല്ലാം ഫീ ആയിട്ടും പൈസയായിട്ടുമാണ് അവർക്കത് പ്രാവർത്തികമാകുന്നത്. ഒപ്പം സമയം എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവർക്ക് അത്രയും കുറവ് ദൂരം സഞ്ചരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതായിരിക്കും അവർ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. പ്ലസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു USP എന്ന് പറയുന്നത് ഭാരതത്തിൽ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ടെർമിനലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രെയിനുകളിൽ എടുക്കുന്നതും അത് നിക്ഷേപിക്കുന്നതും തിരിച്ചെടുക്കുന്നതും അതിനെ റീപൊസിഷൻ ചെയ്യുന്നതും എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്രെയിൻസ് മുഖേനയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു ഫൂൾ പ്രൂഫ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ കപ്പലുകൾ വരുമ്പോൾ അത് അവർക്ക് തീർച്ചയായിട്ടും ആകർഷണീയമായിട്ടുള്ള ഒരു ഘടകവും കൂടിയാണ്. ഇതിലെ ഡ്രഡ്ജിന്റെ കാര്യം ഒഴിച്ചാൽ ഈ ഡെപ്തിന്റെ കാര്യം ഒഴിച്ചാൽ ഓൾമോസ്റ്റ് സിമിലർ ആർഗ്യുമെന്റ്സ് ആയിരുന്നു 2011 വല്ലാർപാടം വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാർപാടവും ഫസ്റ്റ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായിട്ടാണ് പ്രസന്റ് ചെയ്തത്. വല്ലാർപാടം പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ ടേക്ക് ഓഫ് ചെയ്തില്ല. വല്ലാർപാടത്തിന്റെ ഒരു ഫെയിലിയർ വിഴിഞ്ഞത്തിന് എങ്ങനെയായിരിക്കും? വിഴിഞ്ഞത്തിനെ will that affect, will that be positive for us? ഇല്ല, രണ്ടും രണ്ട് രീതിയിലാണ് ശരിക്കും വിഭാവന ചെയ്തിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ തന്നെ നമ്മൾ ഒരു സമുദ്രാധിഷ്ഠിത ചരക്ക് വ്യവസായം എന്നുള്ള ഒരു മേഖലയെ പൂർണ്ണമായും പഠിച്ചുകൊണ്ട് ആ ഒരു വിപണിയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഡിസംബറോടുകൂടി പൂർത്തീകരിക്കണമെന്ന് വിചാരിച്ചത് അതിന് മുൻപ് നമ്മൾ കുറച്ച് നേരത്തെ ആക്കിയതുപോലും ട്രയൽ ഓപ്പറേഷൻസ് നേരത്തെ ആക്കിയതുപോലും വിപണിയിൽ ആ സമയത്ത് നമുക്ക് വളരെ നല്ല ഒരു അവസരമുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഷിപ്പിംഗ് ലൈൻസുമായിട്ടും വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ബൃഹത്തായിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ ഷിപ്പിംഗ് ലൈൻസുമായിട്ടും നിരന്തരം ചർച്ച നടത്തുകയും ഏത് തരത്തിൽ നമുക്ക് ഈ ഒരു തുറമുഖത്തിനെ ഒരു ഗ്ലോബൽ മാപ്പിൽ നമുക്ക് പൊസിഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ആരംഭിക്കുമ്പോൾ നമ്മൾ കമ്മീഷൻ ചെയ്ത് ആരംഭിക്കുമ്പോൾ പോലും ആദ്യം നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റിനാണ് മുൻതൂക്കം നൽകുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ 5%, 10% ഒക്കെ ആയിരിക്കും ഗേറ്റ്വേ കാർഗോ അല്ലെങ്കിൽ എക്സിം കാർഗോ എന്നുള്ളതിന് സ്ഥാനം നൽകുക. മെല്ലെ നമുക്ക് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് അതിൻ്റെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്ക് 20% വരെ
വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അനുബന്ധമായിട്ടുള്ള മറ്റ് കണക്ടിവിറ്റി റോഡ്, റെയിൽവേ ഇവയൊക്കെ വരികയും അതിനോടൊപ്പം നമുക്ക് ഗേറ്റ്വേ കാർഗോ ആരംഭിക്കുകയും ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ വിഭാവന ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഈ കപ്പൽ മാർഗത്തിന്റെ കാര്യം പറഞ്ഞു, വളരെ അടുത്താണ്. അതിൽ വരുന്നൊരു സംശയം, നമ്മൾ ഇതിനോട് വളരെ അടുത്താണ് എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ഈ ഒരു കപ്പല് ഈ പോർട്ടിൽ വന്നു, അതവിടെ തങ്ങുന്നതിന് നമുക്ക് തീരുവ കൊടുക്കണം. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ കണ്ടെയ്നർ ഇറക്കിയിട്ട് പോകണം. പക്ഷെ നമ്മൾ ഇന്റർനാഷണൽ ഇത് വെച്ച് നോക്കുമ്പോൾ കൊളംബോയിലാണ് ഏറ്റവും കുറവ്, അത് കഴിഞ്ഞ് സിംഗപ്പൂർ, ഇന്ത്യയിലുള്ള പോർട്ടുകളിലാണ് ഏറ്റവും കൂടുതൽ. ഈ നമ്മൾ ഇന്റർനാഷണൽ ഈ ഒരു ഷിപ്പ് വേയുടെ അടുത്താണ് എന്നുള്ളതല്ല ഇതിനെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെലവാകുന്ന കാശാണ്. ഇപ്പൊ ഈവൻ വല്ലാർപാടത്ത് പോലും ഇവിടെ കൊളംബോയിൽ 93 20 അടി നീളമുള്ള കണ്ടെയ്നർ ഉണ്ടെങ്കിൽ വല്ലാർപാടത്ത് 160 എന്തോ ആണ് ആവുന്നത്. ഇത് ഒരു നമുക്കൊരു ഇഷ്യൂ അല്ലേ? അത് ശരിക്കും പറഞ്ഞാല് ടാരിഫ് നമ്മൾ ഈ പറഞ്ഞതുപോലെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ഘടകം ടാരിഫ് കൂടിയാണ്, ഈ പറയുന്ന തീരുവ കൂടിയാണ്. അപ്പോൾ ഈ മാരിടൈം ട്രേഡ് എന്നുള്ളത് എപ്പോഴും ശരിക്കും പ്യുവർലി മാർക്കറ്റ് അസിസ്റ്റഡ് ഓർ മാർക്കറ്റ് ഗവേൺഡ് ആയിട്ടുള്ള ഒരു ട്രേഡാണ്. അപ്പോൾ അത് നിരന്തരം പഠിക്കുകയും നമുക്ക് ഏറ്റവും വലിയ മത്സരമായി നിൽക്കുന്ന തുറമുഖങ്ങളിൽ എന്താണോ അവിടുത്തെ തീരുവ, അവിടുത്തെ റേറ്റ്, അത് നിരന്തരം നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിലെ ടാരിഫ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൺസെഷണർ എഗ്രിമെൻ്റ് പ്രകാരം യഥാർത്ഥത്തിൽ ടാരിഫ് വർദ്ധിപ്പിക്കുവാനായിട്ടൊരു പരിധി നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ടാരിഫ് വെക്കാനായിട്ട് ഓപ്പറേറ്ററിനും സാധിക്കില്ല നിലവിൽ എഗ്രിമെൻ്റ് പ്രകാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ നേരത്തെ നമ്മളൊരു ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ഒരു ക്യാപ്പ് നിലവിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അതെ, ഇന്റർനാഷണൽ ടാരിഫ് റേറ്റും ഒപ്പം കൊളംബോയുടെ ടാരിഫ് റേറ്റും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ക്യാപ്പ് വെച്ചിരിക്കുന്നത്. കൊളംബോയുടെ എത്ര ബിസിനസ് നമുക്ക് വരും, അത് എത്ര നേരത്തെ വരും, എത്ര സമയം എടുക്കും ബിസിനസ് വരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എസ്റ്റിമേഷൻ എത്രയാണ്? നമുക്കിപ്പോൾ 1 മില്യൺ TEUs ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് നമ്മൾ പൂർണ്ണ സജ്ജമാകുമ്പോൾ, അതായത് 2028 ആകുമ്പോൾ നമുക്ക് 3 മില്യൺ TEUs ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ കൃത്യമായിട്ടും കൊളംബോയുടെ ഒരു ശതമാനം എന്ന് ഞാനിപ്പോൾ പറയില്ല, കാരണം ഈ പറഞ്ഞ വിപണിയുടെ ഒരു വ്യതിയാനത്തിന് അത് എപ്പോഴും സബ്ജക്റ്റ് ടു ആണ്. അത് മാത്രമല്ല, അങ്ങനെ ഒരു തുറമുഖത്തിൻ്റെ മാത്രമായിട്ട് എടുക്കുക എന്നുള്ളതല്ലായിരിക്കും. നമുക്ക് ഈ എണ്ണം എന്നുള്ളതും സംഖ്യ എന്നുള്ളതിലും മാത്രമല്ല, ആദ്യകാലത്തിൽ നമ്മൾ ഒരു തുറമുഖം ആരംഭിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏത് ഷിപ്പിംഗ് ലൈനാണ് വരുന്നത്, ഏതാണ് പോർട്ട് ഓഫ് കോൾ, ഏതാണ് പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇതെല്ലാം നമുക്ക് പ്രധാനമാണ്. അപ്പോൾ വരുന്ന കപ്പലുകൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള കുറ്റമറ്റ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംഖ്യയും ബിസിനസ്സും കൂട്ടുക എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ സംഖ്യയിൽ കുറേ കൂടെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കൊളംബോയിൽ നിന്നായാലും മറ്റേത് തുറമുഖത്തിൽ നിന്നായാലും അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് എന്താണ് നൽകാൻ സാധിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ഘടകമായിട്ട് തന്നെ നിൽക്കും. അത് കുറഞ്ഞ തീരുവ അല്ലെങ്കിൽ കുറഞ്ഞ ടാരിഫ് എന്നുള്ളതിൽ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ചിട്ട് കാര്യമില്ല, പക്ഷേ മികച്ച സേവനം ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. വിഴിഞ്ഞം പോർട്ട് ഈസ് ആക്ച്വലി പുട്ടിംഗ് ഇന്ത്യ ഓൺ ദ ഗ്ലോബൽ ട്രേഡ് മാപ്പ് in maritime trade. So that gives a big hope for the entire country as a whole. ഞങ്ങളിപ്പോൾ കേന്ദ്ര സർക്കാരിലെ ഒരു മീറ്റിങ്ങിന് പോയാലും അല്ലെങ്കിൽ നമ്മളൊരു മാരിടൈം സമ്മിറ്റിന് പോയാലും ഒക്കെ തന്നെ the entire maritime community is actually very, very excited about the port and are looking forward to it. So, that in turn is actually a reflection of, how it is going to be a game changer for the rest of the nation as a whole. our EXIM community എന്നുള്ളതിൽ എങ്ങനെയാണ് ഇത് എല്ലാവരും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വൺ ആസ്പെക്റ്റ് ഓഫ് ഇറ്റ്. രണ്ടാമത് തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതൊരു വികസനത്തിന്
തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ഒരു വികസന ചരിത്രത്തെ മാറ്റി എഴുതുക എന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ചേഞ്ച് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഓഫ് ദ കൺട്രി, ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ no, that's what I'm saying. Within a period of 3 years or 4 years, when you have a group that is investing 10,000 crore in your state, that obviously sends out a message. അപ്പോൾ ആ ഒരു പ്രവണത വന്നു തുടങ്ങുമ്പോൾ തന്നെ there are a lot of other players who would want to come and invest in the state. അപ്പോൾ കേരളം എന്നുള്ള ഒരു സംസ്ഥാനത്തെ കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്കിപ്പോൾ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടും മറ്റും വലിയ പ്രോജക്റ്റുകൾ, വലിയ പ്രപ്പോസൽസ് ഇപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വികസനം എന്നുള്ളതിന്. അപ്പോൾ ഉദാഹരണത്തിന് ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിലും ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത് അതിനുള്ള നയവും നടപടികളുമൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. അതൊന്ന് കോഡിഫൈ ചെയ്ത് അവർ പുറത്തേക്ക് ഇറക്കുമ്പോൾ we would probably have an early bird advantage if we start off right away. ഓൾറെഡി ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു തുറമുഖത്തെ നമ്മൾ ഗ്രീൻ ഷിപ്പിംഗിലേക്ക് മാറ്റുക എന്നുള്ളതിനേക്കാളും ആരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ കുറേ കൂടെ നമുക്ക് ഒരു നേട്ടമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതും നമ്മളിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഗ്രീൻ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനീസ് ആയാലും അവരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുമ്പോൾ we see that people are quite open to investing in Kerala. So അപ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ലോജിസ്റ്റിക്സും വെയർഹൗസിങ്ങും മാത്രമല്ല, ഇത്തരത്തിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസ്, വലിയ അവസരങ്ങളും അതിനോടൊപ്പമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത്. അതല്ലാതെ ഇപ്പം ഏതൊരു വ്യവസായമാണെങ്കിലും തുറമുഖത്തിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന അതിൻ്റെ ഒരു സാമീപ്യം എന്നുള്ളത് കൊണ്ട് തന്നെ വിലസുന്ന ഒരുപാട് വ്യാവസായിക സംരംഭങ്ങളുണ്ട്. അത് പ്രാദേശികമായി ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ, ഇപ്പോൾ അതിൽ ലാഷിങ് ചെയ്യാനുള്ള കയറ് മുതൽ, പിന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ലൈഫ് ജാക്കറ്റ് മുതൽ ഓരോ കാര്യത്തിനും ശരിക്കും വളരെ കൃത്യമായും വളരെ എന്താ പറയുക സൂക്ഷ്മമായിട്ടുമുള്ള വിശദാംശങ്ങളുള്ള ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റ്സും പ്രോഡക്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പ്രാദേശികമായി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം സംരംഭകർ അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവയർനെസ് ഉണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ കെട്ടുന്ന ഈ പറഞ്ഞ കയറെന്ന് പറയുന്ന ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ആ കയറ് ശരിക്കും നമ്മൾ നങ്കുരം ഇടുമ്പോൾ നമ്മുടെ പില്ലറിലേക്ക് കെട്ടുന്ന ആ കയറ് ആ ഒരു ഫോഴ്സിൽ അത് പുറത്തേക്ക് ചാടിപ്പോയി എന്നുണ്ടെങ്കിൽ, ഐ മീൻ if it actually hits somebody, it's even capable of cutting across like a sword. It's as sharp and as heavy. സോ അതൊരു പ്രത്യേക മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇടുന്ന നമ്മുടെ ആ ഒരു ടയറാണെങ്കിലും നമ്മൾ ഇടുന്ന ജാക്കറ്റ്, എന്ത് കാര്യമാണെങ്കിലും എവറിത്തിങ് ഹാസ് ഗോട്ട് എ സ്പെസിഫിക് കോമ്പോസിഷൻ, എ സ്പെസിഫിക് മെറ്റീരിയൽ. അതും ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇതിനെല്ലാം തന്നെ പുതിയ പുതിയ മാനങ്ങൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള സംരംഭകത്വത്തിന് തുടക്കം കുറിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ആൻഡ് there are people who have worked in other allied maritime sectors also. പ്ലസ് ഇതിപ്പോൾ അത് മാത്രം മാനുഫാക്ചറിങ് യൂണിറ്റ്സ് മാത്രമല്ല, ഇപ്പം സോഫ്റ്റ്വെയർ പോലും നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിക്കും ഇറ്റ്സ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ഫോർ പോർട്ട് മാനേജ്മെൻറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. IIT ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ വി ആർ ഡെവലപ്പിംഗ് എ വെസൽ ട്രാക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ്. അപ്പോൾ അത് വെസൽ ട്രാക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് നമ്മൾ ഈ പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ സമാന്തരമായി നമുക്ക് പല കപ്പലുകളും വന്നു പോകാനും അതിനോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളത് ഒരു ഹാർബറാണെന്ന് നമുക്കറിയാം. അപ്പോൾ മത്സ്യത്തൊഴിലാളികളും അവരുടെ ബോട്ടുകളും ഒക്കെ വരുന്ന മേഖല തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഒരു സീറോ ആക്സിഡൻറ്റ് സോണാക്കി നമുക്കിതിനെ വികസിപ്പിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വെസൽ ട്രാക്കിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയ മദർഷിപ്പുരി വരുമ്പോൾ നമ്മുടെ ചെറിയ കൺട്രി ക്രാഫ്റ്റ്സ് ഒന്നും അവിടുന്ന് കാണാൻ പോലും അവർക്ക്
സാധിക്കില്ല. അപ്പം അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത് ഉറപ്പുവരുത്താനും കൂടിയാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ മേഖലയിലും നമുക്ക് ശരിക്കും പുതിയ പുതിയ പറയുന്ന നൂതനമായ ആശയങ്ങൾക്കായാലും സംരംഭങ്ങൾക്കായാലും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. പ്ലസ് ഐ വുഡ് ഓൾസോ സേ ദാറ്റ് നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു തുടർക്കഥ എന്നുള്ള വണ്ണം നമ്മുടെ ഔട്ടർ ഗ്രോത്ത് കോറിഡോറും ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട വികസനവും കൂടി നടക്കും. അതും കൂടി നടന്ന് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോവുക എന്നാണ് ഞാൻ ചിന്തിക്കുക. കാരണം പോർട്ടിനോടനുബന്ധിച്ച് കിടക്കുന്ന ഇടങ്ങളിൽ നമുക്ക് പല പല കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഈത്തോസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും എന്താ പറയുക, ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലെങ്കിൽ പ്രകൃതി രമണീയത, ഹരിത കേരളം, ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഈത്തോസ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പാക്കേജിങ് എന്നുള്ള ഒരു ഇൻഡസ്ട്രി എടുത്താൽ ഭാരതത്തിലിപ്പോൾ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പാക്കേജിങ് യൂണിറ്റ്സ് ഉണ്ടെങ്കിലും പ്രത്യേകിച്ചും ഇന്ന് ഇ-കോമേഴ്സിൻ്റെ ഒക്കെയുള്ള ഒരു ഇറയാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ പാക്കേജിങ് ഇൻഡസ്ട്രിയിൽ നമ്മൾ എടുത്താൽ എങ്ങനെയാണ് നമുക്ക് പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കിപ്പോൾ ഒരു പാക്കേജിങ് യൂണിറ്റ്സിൻ്റെ ഒരു പാർക്ക് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റഫിങ്ങും ഡീസ്റ്റഫിങ്ങും ലേബലിങ്ങും പാക്കിങ്ങും എല്ലാം കൂടി വരുന്ന ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് ആകുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ദേ ക്യാൻ ലെവറേജ് സോ മച്ച് ഔട്ട് ഓഫ് when you're talking about green shipping, when you're talking about green port, have green packaging units. And adu namukku nalgan kazhinjal nothing like it, because when the shipping companies as well as exporters importers will be extremely happy. avarku vera sthalathu ninnu kondu varanda ennu parayumbol appo anganeyulla oro kochu kochu karyam ipo nerthe perishables inde karyam parnu adupole appo have a food processing unit. I'm not talking about just one, but having a food processing park in the vicinity of the port is something that will definitely leverage the potential of having a port in your backyard. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ധാരാളം വരാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അതിന് ഓഫ് കോഴ്സ് ദ മാർക്കറ്റ് ഹാസ് ടു ബി enthusiastic as well. പ്ലസ് പ്രാദേശികമായിട്ടുള്ള സംരംഭകത്വം മാത്രമല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഒരു അനൗൺസ്മെൻറ്റിൽ അറിഞ്ഞായിരുന്നു MSC ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ഷിപ്പിംഗ് കമ്പനി കേരളത്തിൽ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ളത്, MSC. സോ അതുപോലെ അന്താരാഷ്ട്ര പ്രാമുഖ്യമുള്ള പല സ്ഥാപനങ്ങളും കമ്പനീസും എല്ലാം കേരളത്തിലേക്ക് ആകൃഷ്ടരാകാനുള്ള ഒരു വലിയ കാരണമായിട്ട് നമ്മുടെ തുറമുഖം മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.